നമുക്കിപ്പം മുംബൈയിൽ നിന്ന് അസീസ് കൂടി ചേരുന്നുണ്ട്. അസീസ് നമസ്കാരം. മലബാർ ഹോട്ടലിലെ ഓണറാണോ അസീസ്? ഞാനിപ്പോൾ ഈ ലാസിയ എന്ന് പറയുന്ന ഈ സലൂണിന്റെ മുന്നിൽ തന്നെയാണ് ഉള്ളത്. ഇത് പോർട്ടില് ഒരു വീട്ടിൽ അടുത്തുള്ള ഒരു ഷോപ്പാണ്. അവിടെ വന്നിട്ട് അവിടുന്ന് ഈ മുടിയും മറ്റു കാര്യങ്ങളൊക്കെ സ്ട്രൈറ്റൻ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും തിരിച്ച് പനവേലിലോട്ട് പോകേണ്ട ഒരു ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കടക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയാണ് ഇവിടുന്ന് കിട്ടുന്ന ഡോസുകൾ. അപ്പോൾ ഇവിടുന്ന് രാത്രിയിൽ ബംഗ്ലാദേശത്തേക്ക് ഒരു ട്രെയിനുണ്ട്. അതിനുശേഷം പനവേലിൽ നിന്ന് രാത്രി 10:10 വേറൊരു ട്രെയിനും കൂടി ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ട്രെയിനിലോട്ട് പോകാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഈ കുട്ടികൾ ഈ മറ്റേ CST ടെർമിനലിലേക്ക് വരുന്നതിന്റെ എന്തെങ്കിലും ഫോട്ടോയോ ദൃശ്യങ്ങളോ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതിപ്പം പോലീസുകൾ കംപ്ലൈന്റ് ചെയ്തിട്ട് ഓൾറെഡി അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അവർ നമുക്ക് കൈമാറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഈ സലൂണുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മണിയോട് ആയിരിക്കില്ലേ ഈ കുട്ടികൾ സലൂണിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും? ഈ ട്രെയിൻ ഓൾറെഡി 3:30 പനവിലെത്തിയിരുന്നത്. അവിടെ ഒരു 1.5 മണിക്കൂറത്തെ ഓട്ടം ഉണ്ട് CSTയിലോട്ട്. CSTയിൽ നിന്നും വന്ന് തിരിച്ചൊരു 10 മിനിറ്റത്തെ സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്, ഈ സലൂൺ കിടക്കുന്നത്. അവിടെ വന്ന് 1.5 മണിക്കൂറാണ് അവിടെ ചെലവഴിച്ചു എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. ഓക്കെ. അപ്പം ഈ 12 മണിയോട് കൂടിയാണ് ഈ കുട്ടികൾ അവിടെ എത്തിയതെന്നാണ് ലൂസി പറയുന്നത്. ഇവിടെ നേത്രാവതിയിലാണ് അവർ വന്നിരുന്നെങ്കിൽ 3:30 മണിക്കാണ് ഈ ട്രെയിൻ പനവേൽ എത്തുന്നത്. അവിടെ നിന്ന് കഷ്ടിച്ച് 1.5 മണിക്കൂറത്തെ ഓട്ടം ഉണ്ട് ലോക്കലിലേക്ക് വീതിയിലോട്ട് വരാൻ വേണ്ടി. രാവിലെ 5 മണി, രാവിലെ 3:30യോ? അല്ലല്ല. ഇന്നലെ വൈകിട്ട് അവിടുന്ന് കയറി. വൈകുന്നേരം കയറി. പക്ഷേ ഇല്ലില്ല, അത് സാധ്യമല്ല. കാരണം 12 മണിക്കാണ് ഈ ലൂസിയുടെ സലൂണിൽ എത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക്. ഓക്കെ, ഇവിടെ 1.5 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുമെന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഇവിടുത്തെ CCTV സമയം നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ സമയം കിട്ടിയതിന് ശേഷമാണ് അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് വിവരം പറയാൻ പറ്റുന്നത്. ഓക്കെ സുനിൽ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം. അരുൺ സാർ അല്ലേ? അതെ, ഞാൻ അരുണാണ്. സന്തോഷം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഈ കുട്ടി അസീസ് നമുക്ക് ഈ കുട്ടിയെ ഒന്ന് തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. നമ്മളെല്ലാവരും ബന്ധപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള പല സമാജമായിട്ടും മറ്റുള്ള ബോംബെ കേരള മുസ്ലിം ജമാഅത്തും അങ്ങനെയുള്ള ബന്ധപ്പെട്ടിട്ട് ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഓക്കെ അസീസ്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾക്കൊന്ന് അറിയിക്കണം. അസീസിന്റെ നമ്പറിലേക്ക് ഞങ്ങളുടെ ഇവിടുത്തെ കോൺടാക്ട് ഹെൽപ്പ് ലൈൻ നമ്പർ നൽകും. ഒന്ന് ഞങ്ങളെ ഒന്ന് അറിയിച്ചാൽ മതി. ഞങ്ങൾ ബ്യൂറോ ഇവിടെ ത്രൂ ഔട്ട് ആളുണ്ടാവും. തീർച്ചയായിട്ടും. താങ്ക് യു.